ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എല്ലാവരും ആഗ്രഹമാണ് കാറൊക്കെ ഒന്ന് ഓട്ടി പഠിക്കുക എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ്, ഒരു കാർ എങ്ങനെ ഒന്നും അറിയാത്ത ആൾക്ക് എങ്ങനെ നമുക്കൊന്ന് എയിമാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് മാരുതി സുസുക്കിൻ്റെ കാറാണ് കേട്ടോ, സെലേറിയോ എന്ന് പറഞ്ഞ കാറാണ്. ഇത് നമ്മളെ കാർ തന്നെയാണ്. അപ്പം ഇത് 2017 മോഡലാണ് കേട്ടോ. അപ്പം 2017 മോഡലാകുമ്പം കുറേ ഇത് ഫീച്ചർ കുറവുകൾ നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അതൊക്കെ വഴിയെ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ചാവി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ചാവി ഓണാക്കിയാൽ മീറ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാം. ന്യൂട്രൽ, ഹാൻഡ് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ്. പിന്നെ ചാവി ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടില്ല കേട്ടോ, വർക്കിംഗ് അല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ സീറ്റ് ബെൽറ്റ് ഇടുന്നത് നിർബന്ധമാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് ഹാൻഡ് ബ്രേക്ക്. അപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ് ഫസ്റ്റ് ഉണ്ടാവുക. അത് നമ്മൾ ടെക്കൻ തന്നെയാണ്. എവിടെ നിർത്തിയിടുമ്പോഴൊക്കെ ഹാൻഡ് ബ്രേക്കിൽ വണ്ടി ഇട്ടേക്കണം. വണ്ടി മുന്നോട്ട് പിന്നോട്ട് ഇറങ്ങി പോകാതൊക്കെയാണ് ഹാൻഡ് ബ്രേക്ക് ഇടണം. അപ്പോൾ നമ്മൾ ചാവി ഓണാക്കി വണ്ടി സ്റ്റാർട്ടാക്കണം കേട്ടോ. ഇത് ഗിയർ ന്യൂട്രലാണ് നിൽക്കേണ്ടത്. ഇപ്പോൾ ന്യൂട്രലാണുള്ളത്. അപ്പോൾ ന്യൂട്രൽ വെച്ചിട്ട് വേണം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാം കേട്ടോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പരിപാടി എന്താ വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് താക്കരുത്. ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഫസ്റ്റ് ഗിയറിലേക്ക് എങ്ങനെ ഇടുക വെച്ചാൽ ഇങ്ങനെ ഇടത്തോട്ട് തട്ടി കഴിഞ്ഞ് മുന്നോട്ട് ഇടുക. അപ്പോൾ ഫസ്റ്റ് ഗിയറായി. ഇനിയാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാർട്ടാക്കി ന്യൂട്രൽ ഇടുക എങ്ങനെയാണെന്നൊക്കെ അതൊന്നും പഠിപ്പിച്ചേണ്ട ആവശ്യമില്ലല്ലോ. ക്ലച്ച് ചവിട്ടിയിട്ട് വേണം ഗിയർ ഇടുക കേട്ടോ. അതൊക്കെ അറിയാലല്ലോ, ക്ലച്ചും ബ്രേക്ക് ആക്സിലേറ്ററൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ട് വേണം നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യാൻ. പിന്നെ ക്ലച്ച് വിടരുത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. എടുക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ക്ലച്ചിലും ബ്രേക്കിലും കാലുണ്ട്. ഇപ്പം ഹാൻഡ് ബ്രേക്ക് താക്കുക. അപ്പം ഗിയറിലാണുള്ളത്, ഫസ്റ്റ് ഗിയറിലാണ്. അപ്പം ഇനി മെല്ലെ ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകുന്നതാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങനെ മൂവ് ആകുമ്പോൾ ആക്സിലേറ്റർ ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ വണ്ടി മൂവ് ആയിട്ടുണ്ട്. അപ്പം ആക്സിലേറ്റർ ഇങ്ങനെ കൂട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ച് സ്പീഡായി കഴിഞ്ഞാൽ നമ്മളിതാ ക്ലച്ച് ചവിട്ടി 2ലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 2 ഗിയറിലേക്ക് മാറ്റി എന്നിട്ട് ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ പോവാണ്. ഒക്കെ ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് ചവിട്ടണം. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ സ്പീഡ് കൂടി ക്ലച്ച് ചവിട്ടി 3ലേക്ക് ഇട്ട് ക്ലച്ച് ചവിട്ടി ഗിയർ ഇടുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കരുത് കേട്ടോ. ആക്സിലേറ്റർ ഒന്ന് കാലെടുത്തിട്ട് വേണം ക്ലച്ച് ചവിട്ടി ഗിയർ ഇടാൻ. അപ്പോൾ പിന്നീട് ആ സ്പീഡ് കൂടി നേരെ 4ലേക്ക് ഇട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ വണ്ടീൻ്റെ വലുപ്പമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് കാറ് ഓടിച്ചെടുക്കട്ടോ. ഫസ്റ്റത്തെ ആ വലുപ്പമൊന്നും, പക്ഷെ നമുക്ക് ആ റോഡിൻ്റെ അളവൊന്നും കിട്ടൂല. അങ്ങനെ എനിക്ക് അവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ വണ്ടി തട്ടുമോ, ആ സൈഡ് തട്ടുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം നമുക്കുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് എയിമാവാൻ എന്തായാലും ഫസ്റ്റ് ഇങ്ങനെ പഠിക്കുക. പിന്നെ എയിമാവാൻ താനെ വണ്ടി എടുത്തെടുത്ത് നമുക്ക് ഒക്കെ ഒരു മനക്കണക്കാണ്. അപ്പുറത്തെ സൈഡ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. ഡ്രൈവറെ ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെയാ തട്ടില്ല എന്നൊന്നും കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലൊരു വണ്ടീൻ്റെ വലുപ്പം ഉണ്ടാവും. അപ്പോൾ കുറച്ച് എയിമാകുമ്പോൾ ഇങ്ങനെ വരിക. ഏതൊരാൾക്കും വണ്ടീൻ്റെ അപ്പുറത്തെ സൈഡൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ സുമാർ വെച്ചിട്ടാണ് നമ്മൾ വളച്ചെടുക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത്ര തന്നെ ഉള്ളൂ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അങ്ങനെ ഗിയർ മാറ്റി പോവുക. ഒന്ന് കട്ടെ, ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഓടിച്ചും കൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനിയുള്ളൊരു പ്രശ്നമാണ്, പുതിയ വണ്ടിക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ കുറച്ച് ഞാൻ പറയില്ല, ഇത് 2017 മോഡലാണ്. അപ്പോൾ 17 മോഡലൊക്കെ ആകുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇത് നമ്മളിപ്പോൾ കയറ്റം കയറി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കയറ്റം കയറി പെട്ടെന്ന് ഒക്കെ ഇപ്പോൾ വണ്ടി നിർത്തി ഞാൻ. അപ്പോൾ കയറ്റം കയറി വണ്ടി നിർത്തി. ഇപ്പോൾ ഈ പൊസിഷനിലാണ് കേട്ടുള്ളത്, ഫസ്റ്റ് ഗിയർ. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. നിർത്തിയെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ള പരിപാടിയാണ്. ബാക്കോട്ട് ഇറങ്ങി പോകും നിർത്തിയെടുക്കുമ്പോൾ. അത് ഈ 17 കുറച്ച് മോഡൽ കുറവുള്ളതിനൊക്കെ ഉള്ള വണ്ടിക്കുള്ള പ്രശ്നമാണ്. പിന്നെ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ക്ലച്ചിൽ തന്നെ വണ്ടി മൂവ് ആയി പോകുമ്പോൾ ക്ലച്ച് ഗിയറിലിട്ടിട്ട് ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി കയറി പോകും. പക്ഷേ ഈ വണ്ടിക്കൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വണ്ടി ഗിയറിലിട്ടിട്ട് നമ്മൾ ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവാതെ ബാക്കോട്ട് ഇറങ്ങി പോകും. പിന്നെ ആ ഒരു പവർ ഇല്ല കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഗിയറിലാണ് ഇതുള്ളത്. ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്സിലേറ്റർ അപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ക്ലച്ച് വിടുമ്പോഴത്തേക്ക് വണ്ടി ബാക്കോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ഒഴിവാക്കുക വെച്ചാൽ ക്ലച്ച് നമ്മളിങ്ങനെ നല്ല കാലെടുക്കുക. ബ്രേക്ക് വിടരുത്. ക്ലച്ചിൽ നിന്ന് നല്ല കാലെടുത്താൽ വണ്ടി ഒന്ന് ഒരു ഇതാവും. ബാക്കോട്ട് മുന്നോട്ട് ഇറങ്ങാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു ജർക്കിങ് പോലെ ഒരു സംഭവം വരും. അപ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലേറ്റർ നല്ല കൊടുക്കുക. നല്ല എടുക്കുക.
അപ്പോൾ അതാ വണ്ടി ഉണ്ടോ നമ്മൾ കയറ്റത്തുനിന്ന് പോവാണ്. ക്ലച്ച് ഫുള്ള് ഒറ്റയടിക്ക് വിടാതെ മെല്ലെ മെല്ലെ റിലീസാക്കി ഒരു വണ്ടി ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു പോലെ ഇത് തോന്നും, ഒരു ജർക്കിംഗ് ഉള്ള ഒരു സാധനം. അപ്പോൾ വണ്ടി ബാക്കോട്ട് ഇറങ്ങൂല, മുന്നോട്ടും പോകാത്തൊരവസ്ഥയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ബ്രേക്കിന് കാലെടുത്താൽ വണ്ടി ബാക്കോട്ട് ഇറങ്ങൂല, ആക്സിലേറ്റർ കൊടുത്ത് നമുക്ക് സുഖമായിട്ട് വണ്ടി എടുക്കാം. അപ്പോൾ ഹാഫ് ക്ലച്ച് എന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഹാഫ് ക്ലച്ചിലാണ് കയറ്റത്തുനിന്ന് നിന്ന് കഴിഞ്ഞാലൊക്കെ വണ്ടി എടുക്കുക. പഴയ വണ്ടിക്കുള്ള പ്രശ്നങ്ങൾ, പുതിയ വണ്ടിക്കാണെങ്കിൽ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ തന്നെ ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ വണ്ടി കയറി പോകുന്നതാണ്. അപ്പോൾ പഴയ വണ്ടിയൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും മറുപടി തരാവുന്നതാണ്. ഞാൻ ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ല. ബൈ. വണ്ടി ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കയറ്റത്തിലോ ഇറക്കത്തിലൊക്കെയാണ് നിർത്തിയിട്ടെന്ന് വെച്ചാൽ എങ്ങനെ നിർത്തിയിടേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞുതരാം. വണ്ടി ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. ഇത് ചെറിയ മുന്നോട്ടാണ് ഇറക്കം വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട്, പക്ഷെ എന്നാലും ചിലവർ കല്ല് ബാക്കിലൊക്കെ വെക്കും. ഹാൻഡ് ബ്രേക്ക് ഇട്ടാൽ കല്ല് വെക്കേണ്ട ആവശ്യമില്ല. പുതിയ വണ്ടിയൊന്നും ഇറങ്ങി പോകില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ഇട്ട് വെക്കും. അതാണ് എല്ലാവർക്കും ഡൗട്ട്, ഗിയർ എങ്ങോട്ടാണ് ഇടേണ്ടത് എന്നുള്ളത്. അപ്പോൾ മുന്നോട്ട് വണ്ടി ഇറങ്ങി പോകുന്ന രീതിയാണ് നിൽക്കുന്നത് വെച്ചാൽ, ഇറക്കത്തിലാണ് നിർത്തിയിട്ട് വെച്ചാൽ വണ്ടി റിവേഴ്സ് ഗിയറിൽ ഗിയർ ഇട്ട് വെച്ചിട്ട് നിന്നാൽ മതി. അതുപോലെ വണ്ടി ബാക്കോട്ടാണ് ഇറങ്ങി പോകുന്നത് വെച്ചാൽ, ബാക്കോട്ടാണ് ഇറക്കം വെച്ചാൽ ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് വണ്ടി നിർത്തിയിടാം. അപ്പോൾ ഇത്രയും ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം.